കാലു, നിങ്ങൾ ഈ പിള്ളേരുടെ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവരിപ്പോ എൻ്റെ അടുത്താ ചാടിക്കയറുന്നത്. നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമുണ്ടല്ലോ, ഇവിടെ ഇളക്കി മറിയാണ്. തറയടി. ആഹാ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ അല്ല, മനുഷ്യക്കുഞ്ഞുങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ രക്ഷപ്പെടുന്നത് നേരെ ചെന്ന മരത്തിലെ മുടിച്ചതിന്. അപ്പൊ എല്ലാം കൂടെ അവിടെ തള്ളിക്കൊണ്ടു. അവിടെ സോര്യം തന്നില്ല. ഞാൻ പിന്നെ ജംഗ്ഷനിൽ പോയി. ഐസ്ക്രീം കൂടെ വായിക്കണ്ടായിരുന്നോ? എന്നെ അങ്ങ് കൊല്ലി. നീലുവേ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. വേറെ വിഷമൊന്നും വിചാരിക്കരുത്. ഞാൻ നെഞ്ചി തൊട്ട് പറയണം. ഞാൻ നേരത്തെ പോണം. എനിക്കിവിടെ മനസ്സമാനം കിട്ടും. ഉള്ള പണി എടുത്ത് ഉള്ളതിന് മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും. പിന്നെ എനിക്ക് പൊടിയെ കാണണമെങ്കിൽ ഞാൻ ഇവിടെ വരും. അല്ല, ഇവിടെ വന്നാൽ ശരിയാവില്ല. ജംഗ്ഷനിൽ വരും. അവിടെ കൊണ്ട് കാണിച്ചാൽ മതി. അല്ലാതെ ഒരു നിവൃത്തിയില്ല. നിങ്ങളിപ്പോ അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാൻ നെയ്യാറ്റേരിയും പടവലത്തും അച്ഛനും അമ്മനെയൊക്കെ വിളിച്ചു പറയാൻ പോവാ. അവരിങ്ങോട്ട് വരട്ടെ. അതുകൊണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. ഇതെന്റെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ടാ അവര് വരട്ടടി. അത് നിന്റെ അമ്മ ആദ്യം എന്നെ കുറ്റം പറയും, പിന്നെ എന്റെ അമ്മ കുറ്റം പറയും, പിന്നെ എന്റെ അച്ഛൻ കുറ്റം പറയും. അതെല്ലാം കേട്ടോണ്ട് നീ എന്നെ കുറ്റം പറയാൻ പിന്നെ പിള്ളേർ വെറുതെ വയ്ക്കും. അവരും എന്നെ കുറ്റം പറയും. ഞാനൊന്നും പറയുന്നില്ല. നിന്നെ ആരും കണക്കൂട്ടിക്കുന്നു. ഞാൻ അവിടെ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും എനിക്കാ കുറ്റം. ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നിനക്ക് പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? പറ്റുമോന്ന്? എന്റെ അമ്മ ഈ കല്യാണാലോചന ചാപ്റ്റർ ക്ലോസ് ചെയ്തല്ലേ, പിന്നെ എന്തിനാ അത് പൊക്കിക്കൊണ്ട് വരണേ? ഞാൻ ഒരു കാര്യം കൊടുക്കല്ലേ ലച്ചു, നിനക്ക് എന്താ അവൻ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലേ? അവൻ കല്യാണം കഴിക്കാതെ ഇവിടെ നിൽക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? ചേട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് താമസിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. പക്ഷെ അത് ഇവിടെയല്ല, വേറെ എവിടെയെങ്കിലും ദൂരത്ത്. ലച്ചു ഇവിടെ അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? ഇല്ല. മുടിയും പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാ നമ്മള് അവന് മനസ്സമാനം കൊടുക്കുന്നു. ഓ അങ്ങനെ. ഇവിടെ സമാധാനം ഇല്ലാത്തോണ്ടാണല്ലോ അവള് കെട്ടിയിട്ട് ഇവിടെ നിന്ന് പോവാത്തത്, ഇവിടെ തന്നെ നിക്കണത്. ലച്ചു സേഫ് അല്ലേ? ഇവിടെ ആര് കെട്ടിയാലെന്ത്, കെട്ടിയില്ലെന്ത്, അവക്കെന്ത്? അച്ഛാ, വെറുതെ ചങ്കിക്കൊള്ള വർത്താനം പറയരുത് അച്ഛാ. കുറെ നേരായി. അച്ഛാ, അമ്മോയ്, ഇത്ര നേരം ഞാനും മുടിയും ചെണ്ടും എന്താ വാർക്കായിരുന്നെന്ന് അറിയൂ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പറയും അധിക പ്രസംഗി, ഈ വീട്ടിൽ വടി ഉണ്ടാക്കുന്നവരെന്നൊക്കെ പറയും. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന്. അച്ഛാ, അമ്മ, ഇത്രയും കാലം ഈ വീട്ടിൽ വളർന്നുള്ള അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുക, കുടുംബകാര്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. കല്യാണം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആരെയും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. ചേട്ടന്റെ കല്യാണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ചേട്ടോ, ഞാൻ കല്യാണം കഴിച്ചേന്, പക്ഷെ ഇതിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ പറയാണ്, ഇനി എനിക്ക് കല്യാണമേ വേണ്ട. ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഓണം കിട്ടി. റേഞ്ചുമില്ല ഇവിടെ. അച്ഛൻ ഫോൺ എടുത്തോണ്ട് പുറത്തോട്ട് തേരാപ്പാരൊക്കെ നടക്കുന്നുണ്ട്. അമ്മ, അതെ, അമ്മ അത്യാവശ്യമായിട്ട് ഇവിടെ ഇങ്ങോട്ട് വരണം. വരൂലെന്നാ? അത് അമ്മ അച്ഛൻ വന്നതിനും കുഴപ്പമില്ല, അമ്മ വരണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഡേറ്റ് ഞാൻ പറയാം. എനിക്ക് പടവലത്തും അറിയിക്കണം. പടവലത്ത് മാമിയും മാമനെ അറിയിക്കണമെന്ന്. അവരെത്തും. വരണേ. ശരി. അല്ല ബാലു, നിങ്ങളെന്തീ രണ്ടു വർത്താനം പറയണത്? നിങ്ങളല്ലേ പറഞ്ഞത് എന്തിനാണ് അവരെയൊക്കെ വിളിച്ചു വരുത്തണത്, എനിക്ക് പേടിയാണെന്ന്. അപ്പൊ നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തണം. അതെ, വന്ന് എല്ലാരും കൂടെ അതിനെ തീയിട്ട് കൊന്നാലും ശരി തന്നെ. പക്ഷേ ഒരു കാര്യം പറഞ്ഞോണ്ട് എവിടെ പോകണം? ആരെ വിളിക്കാൻ പോണത്? അതെ, അവന്റെ കല്യാണ കാര്യം ഞാൻ നടത്തിയിരിക്കും. അവന് പെണ്ണുട്ടല്ലോ, പെണ്ണുട്ടു. അച്ഛാ, കാലമൊക്കെ അങ്ങ് മാറിയാട്ടാ. ഒരാളുടെ വ്യക്തിപരമായ തീരുമാനത്തിലാണ് പ്രാധാന്യം, അല്ലാണ്ട് കുടുംബക്കാരൊക്കെ ചേർന്ന് ഒരാളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിലേ പഴയ കാലത്ത് ജനിച്ച ഞങ്ങളൊക്കെ കൊന്നുകളാ. ഞങ്ങൾ ജീവിച്ചിരുന്നാലേ നമ്മൾ കൂടി ആലോചിച്ചേ ചെയ്യുള്ളൂ. അല്ല അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ചേട്ടന് കുറച്ചു ദിവസം ടൈം കൊടു, ചേട്ടൻ റെഡിയാവും കല്യാണത്തിന്. അതെന്താടാ, ഞങ്ങൾ രണ്ടൊരു കാലം കഴിഞ്ഞിട്ടാ. അമ്മ എന്താണെന്നൊന്നും മിണ്ടാണ്ടിരിക്കണേ. ഞാനുണ്ട് ഇതുപോലെ തിളച്ചു പറയണോ? എന്നാലും എനിക്ക് സമാധാനമാകൊള്ളാം. ഞാന്
ഇത്രയും കാലം മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ അവകാശമുണ്ട്. അവ എന്നെ വഞ്ചിച്ചെന്ന് പറഞ്ഞോട് ഞാൻ ഒരു കേസ് കൊടുത്തോണ്ടല്ല, ഈ കേസ് നിലനിൽക്കില്ലാന്ന് കോടതി പോലും പറയൂല. അതെ, ബന്ധങ്ങൾക്ക് വില കൊടുത്തുള്ള നിയമമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. യവനെ ഞാൻ കോടതി കയറ്റും, തോറ്റാലും കുഴപ്പമില്ല. യവനെ ഞാൻ കോടതി കയറ്റും, നാറ്റി. യവനെ നാറ്റിക്കും. നീ പാടാറക്കാൻ എനിക്ക് ഇതിനോട് സംസാരമൊന്നുമില്ല. അതില്ലാതെ തന്നെ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാകും. ബാലു, നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാ. നിങ്ങക്ക് നല്ല വിഷമം ഉണ്ടാവും, അതെനിക്കറിയാം. ഞാനൊരു സാധാരണ കുടുംബത്തിലെ അമ്മയാണ്. സ്വന്തം മകൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി കല്യാണമേ കഴിക്കില്ല എന്ന് കേൾക്കുമ്പോ എനിക്ക് നിങ്ങളെക്കാൾ വലിയ വിഷമമുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റില്ല അല്ലേ? ഇവൻ ഇതൊക്കെ കാണിച്ച്, അതായത് ജീവിതത്തിൽ ഇനി കല്യാണമേ കഴിക്കില്ല എന്നും പറഞ്ഞ് നമ്മളെ ജീവിതകാലം മുഴുവനും വേദനിപ്പിക്കാനാണ് അവന് താല്പര്യമെങ്കിൽ അവൻ കല്യാണം കഴിക്കാണ്ട് നിൽക്കട്ടെ. നമുക്ക് അവനെ ഓർത്തിങ്ങനെ ഒരുക്കി ജീവിതം കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അയ്യയ്യയ്യേ, ഇതെന്തോന്നത്? ഇതിനു മുമ്പ് എത്ര കല്യാണാലോചന ഒന്നുണ്ട്, ഈ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ കിട്ടി അല്ലെ? ഞാൻ ഈ ബന്ധുവിന്റെ കല്യാണം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സൂഹിക്കാലോ അല്ലേ? അതേടാ, ഞങ്ങക്ക് സൂഹിക്കാടാ. നമ്മളിങ്ങനെ പട്ടിണി കിടക്കാണല്ലോ ഇവിടെ, ദാരിദ്ര്യത്തിലാണല്ലോ നിന്നെയൊക്കെ വളർത്തിയത്. ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ. ഞങ്ങളെ രണ്ടുപേരും നല്ല സ്വത്തുള്ള കുടുംബത്തിൽ തന്നെയാടാ. എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴും സ്വന്തമായിട്ട് അധ്വാനിച്ചാടാ നിന്നെയൊക്കെ വളർത്തുന്നത്. കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടല്ല നിനക്ക് ഇത്ര കാലം വളർന്നത്. അതൊക്കെ സംസാരിക്കണം. നിനക്ക് നട്ടലില്ലെന്ന് തോന്നിട്ടാടാ നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ സ്വഭാവത്തിന്റെ അച്ഛൻ മനസ്സിലായതുകൊണ്ടാണ് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് അങ്ങനെയായിട്ട് നീ മര്യാദ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച്. എനിക്ക് നട്ടലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. എന്റെ പേര് വിഷ്ണു ബാലേന്ദ്രൻ തമ്മീന്നാ. അപ്പൊ എനിക്ക് കുറച്ച് നട്ടലൊക്കെ കാണുമായിരിക്കും അല്ലേ യേശുവേ? നട്ടലുണ്ടെ കാണിക്കടാ. കല്യാണം കഴിച്ച് അന്തസ്സാണ് ജീവിച്ചെടുക്കടാ. ഇതെന്തോന്നത്? എന്നെ പറഞ്ഞ ആവേശം കയറ്റി പെണ്ണെട്ടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് ഈ ചെറുക്കൻ എന്തോന്നു? പെണ്ണേട്ടാ പേടയാടാ. വിടച്ചാ, ഈ കല്യാണം എന്ന് പറഞ്ഞാലേ വാശിയും വൈരാഗ്യവും വെച്ച് ചെയ്യേണ്ട കർമ്മമല്ല. നീ മിണ്ടാതിരടാ. മുട്ടയെന്ന് വിരിയാത്ത അവനെ. അവനല്ല, എവനാണ് മുട്ടയെന്ന് വിരിയാത്തത്. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? പറയടാ, പറ. അച്ഛൻ്റെ അടുത്ത് പറയടാ.